ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഉത്രാടമാണ്. എല്ലാ മലയാളികളെയും പോലെ തിരുവോണത്തിനുള്ള പ്രിപ്പറേഷൻസിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ. സാധാരണ ഈ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകും, അവിടെ വെച്ചായിരിക്കും ഓണം സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് നടന്നില്ല. അപ്പോൾ എന്നിരുന്നാലും എന്നാൽ കഴിയുന്ന വിധം ഒരു ചെറിയ രീതിയിൽ ഇവിടെയും ഓണം വൈബ് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ക്ലീനിങ് മുതൽ കുക്കിംഗ് വരെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനിലുമാണ് കേട്ടോ ഞാനിപ്പം. എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളും കൂടായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ്, അതായത് ഒരു 7 മണിക്ക് എഴുന്നേറ്റ് ചേട്ടനുള്ള ലഞ്ചും പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിട്ടു. എനിക്കുള്ള ലഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്ലീനിങ്ങിലേക്ക് കയറുകയാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എനർജി വേണം. അപ്പോൾ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്മൂതിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ടാവാം ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത് എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേഗം കുടിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ. അപ്പോൾ ഞാൻ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലീനിങ് ഈ കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഈ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ പറ്റുമെങ്കിൽ വാർഡ്രോബൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് വിടണം കേട്ടോ. അത്രയേ ഉള്ളൂ. കാരണം ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എൻ്റെ എനർജി ഒരുപാട് നഷ്ടപ്പെടും. അതെനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ചുമ്മാ ഒരു തട്ടിക്കൂട്ട് വൃത്തിയാക്കലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പലരും വലിയ വീടൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ വൃത്തിയാക്കുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ സമ്മതിക്കണം. എനിക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പെട്ടെന്നാണ് എൻ്റെ എനർജി ഇങ്ങനെ ഡ്രെയിനായി പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാനങ്ങ് തുടങ്ങുകയാണേ. ആദ്യമേ ഈ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് മാറ്റി ജസ്റ്റ് കിച്ചൺ ടോപ്പൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് വിടാം, അത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യം അങ്ങനെ തുടച്ചങ്ങ് വിടാമെന്ന് വിചാരിച്ചിരുന്ന ഞാനാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്കെന്തോ സോപ്പിട്ടൊക്കെ അങ്ങോട്ട് കഴുകാൻ തോന്നിയേ. അങ്ങനെ തന്നെ എൻ്റെ കുറേ എനർജിയും സമയവും അങ്ങ് പോയി കിട്ടി കേട്ടോ. ഈ പാർട്ടൊക്കെ ഒരു കിച്ചൺ ക്ലീനർ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ അങ്ങ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഏതായാലും ഇനി ഇറങ്ങി. ഇനിയിപ്പോൾ കുളിച്ചിട്ട് തന്നെ കയറാം. ശരിക്കും ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല കേട്ടോ. പിന്നെ കുട്ടിക്കാലത്ത് എൻ്റെ പേരൻസ് ചെയ്തിരുന്ന കാര്യമാണ് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയൊക്കെ ആണെങ്കിൽ പൂരാടത്തിൻ്റെ അന്നേ എല്ലാ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കുമായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കിച്ചൻ്റെ ഏകദേശ പരിപാടികൾ തീർന്നു. ഇനി ഇവിടെ ഫ്ലോറ് ഒന്ന് വാക്യൂം ചെയ്യണം, മോപ്പ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ മോപ്പ് ചെയ്യുന്നതിന് മുന്നേ ലിവിങ് ഏരിയയും ബെഡ്റൂമും ഒന്ന് വാക്യൂം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ അടുത്ത പരിപാടി. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ എനർജി അയ്യോ എന്ന് പോലെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല, ഓരോ ആൾക്കാരൊക്കെ പണിയെടുക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. അവരെയൊക്കെ സമ്മതിക്കണം. എന്നെക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ പറ്റുമെന്ന്. വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ താഴെ കൊണ്ട് വെക്കാം
എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി, ഇതുവരെ അത് നടന്നില്ല. സമയം 12 മണി കഴിഞ്ഞു. ഇനി ഞാൻ എന്തായാലും ഇവിടെയൊക്കെ വാക്യൂം ഒക്കെ ചെയ്തു കേട്ടോ. ഹോളും പിന്നെ ബെഡ്റൂമും പിന്നെ ആ ഷൂ റാക്ക് ഇരിക്കുന്ന സ്ഥലവും കിച്ചണും ഒക്കെ വാക്യൂം ചെയ്തു. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണി ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ബാൽക്കണി വൃത്തിയാക്കണം കേട്ടോ. വൃത്തിയാക്കിയാലും അത് തീരത്തില്ല. വീണ്ടും വീണ്ടും പൊടി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല അത് വൃത്തിയാക്കാൻ. പക്ഷെ ഓണമായിട്ട് എങ്ങനെയാണ് അത് പൊടി പിടിച്ച് കിടക്കുന്നതെന്ന് ആലോചിച്ച് ഞാൻ സകല ദൈവങ്ങളെയും ഒക്കെ വിചാരിച്ച് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. നല്ല പൊടിയാണേ. എത്ര തൂത്താലും പിറ്റേന്ന് നോക്കുമ്പം ഇതുപോലത്തെ പൊടിയാണ്. കാരണം പുറത്ത് ഫുള്ള് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ എപ്പോഴും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ പൊടി കയറുന്നത്. ഇനി ഇവിടെ തൂത്ത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ പൊടി പോകത്തില്ല. മഴ പെയ്തിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നേനെ. എനിക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. കാരണം ചാറ്റൽ മഴ കൊണ്ട് ഇവിടെ ഫുള്ള് നന്നായിട്ട് കഴുകി തന്നേനെ മഴ. പക്ഷേ നിർഭാഗ്യവശാൽ മഴ പെയ്തില്ല. ഭയങ്കരമായിട്ട് പൊടി കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴുകാമെന്ന് വിചാരിച്ചത്. പൊടി കയറിയില്ല, മരുഭൂമി പോലെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഫുള്ള് വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ആശ്വാസം ഉണ്ടാവും. കുറച്ച് നാളത്തേക്കല്ല, കുറച്ച് നേരത്തേക്ക് ആശ്വാസം ഉണ്ടാവും. അങ്ങനെ ബാൽക്കണിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചൺ അങ്ങോട്ട് മോപ്പ് ചെയ്യാൻ കയറി കേട്ടോ. ഭാഗ്യത്തിന് മോപ്പ് ചെയ്യാൻ കിച്ചണും ആ ഷൂറാക്കിയിരിക്കുന്ന ഏരിയ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയൊക്കെ ഇവർ കാർപ്പറ്റ് ഇട്ടിരിക്കുന്നതായതുകൊണ്ട് വാക്യൂം ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് താഴെ. അപ്പോൾ ലഞ്ചിന് പ്രത്യേകിച്ചൊന്നുമില്ല. ചോറും ചമ്മന്തി നാരങ്ങാച്ചാറും പിന്നെ ഒരു എഗ് ഓംലെറ്റ് കൂടെ ഉണ്ടാക്കി കേട്ടോ. അല്ലാണ്ട് ഫീസ്റ്റ് നടത്താനൊന്നും എന്നെ കൊണ്ടാവതല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി ഞാൻ ഒരു അടിച്ച് നനച്ചൊന്ന് കുളിക്കാൻ പോവാണ്. എണ്ണയൊക്കെ തേച്ച് നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് ഒരു നീണ്ട കുളി കുളിക്കാൻ പോവാണ്. അതിന് ശേഷമായിരിക്കും ഇനി അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. സമയം 3:45. ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിരിക്കുകയാണ് അടുത്ത പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സദ്യ പരിപാടിയിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പം ഇന്നേ കുറച്ച് കറികളൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കൊണ്ടുള്ള എനർജിയും സമയവും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നേ കുറേ കറികളൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ stay tuned. So if you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!